നമുക്കറിയാം നമ്മളും നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളും സോൾസ് ആണല്ലേ. ട്വിൻ ഫ്ലെയിംസ്, സോൾമേറ്റ്സ്, കാർമിക്സ് ഇതെല്ലാം സോൾസ് തന്നെയാണ്. ഇതിൽ തന്നെ ട്വിൻ ഫ്ലെയിംസ് എന്നത് ഒരു സോൾ രണ്ടായി വിഭജിച്ച ആത്മപാതികളാണ്. ഓക്കെ, ഈ ഭൂമിയിൽ ട്വിൻ സോളായ ഒരാളുടെ ആത്മാവിന് ഒരൊറ്റ ആത്മപാതി മാത്രമേ കാണുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ആപ്പിളും ഒരു ഓറഞ്ചും രണ്ട് ഹാഫ് പാർട്ടായിട്ട് മുറിച്ച് നോക്കിയാലോ, ഇനി ആപ്പിളിൻ്റെ ഒരു ഹാഫ് പാർട്ടിനോട് ഓറഞ്ചിൻ്റെ ഒരു ഹാഫ് പാർട്ടൊന്ന് ചേർത്ത് വെച്ച് നോക്കാം. രണ്ട് മാച്ച് ആകുന്നുണ്ടോ? ഒരിക്കലുമില്ല. മാച്ച് ആകണമെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ ഹാഫ് പാർട്ട് വേണം അല്ലേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരാൾക്ക് ട്വിൻ സോൾ ഒരെണ്ണമേ കാണുള്ളൂ എന്ന്. അവർ രണ്ടാളും പെർഫെക്റ്റ് മാച്ചസ് ആയിരിക്കും. മനസ്സിലായോ? ഇനി സോൾമേറ്റ്സ്. എല്ലാ സോൾസും അല്ലെങ്കിൽ സോൾ എനർജീസും ഈശ്വരാംശത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് നമുക്കറിയാലേ. ഒരേ സമയത്ത് ഉത്ഭവിക്കുന്നവയുണ്ടാകും, പല പല സമയങ്ങളിൽ ഉത്ഭവിക്കുന്ന സോൾസും ഉണ്ടാകും. പല സമയങ്ങളിൽ ഉത്ഭവിക്കുന്നത് കൊണ്ടാണ് ആ സോൾസുകൾ തമ്മിൽ പ്രായവ്യത്യാസം ഉണ്ടാകുന്നത്. ഇതിൽ ഒരേ സമയം ഉത്ഭവിക്കുന്ന സോൾസ് ആണ് സോൾമേറ്റ്സ്. ഓക്കെ, ഇവർ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. സോൾമേറ്റ്സ് എന്നത് ചിലപ്പോൾ പാർട്ട്നേഴ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, പേരൻസ് ആകാം, റിലേറ്റീവ്സ് ആകാം, എക്സെട്ര എക്സെട്ര, ആര് വേണമെങ്കിലും ആകാം. ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാതെ നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സോൾമേറ്റ്സ് തന്നെയാണ്. അവർ നിങ്ങളെ വേദനിപ്പിക്കില്ല, ട്രിഗേഴ്സ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, തങ്ങളുടെ കുഞ്ഞിനെ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ചില പേരൻസിനെ കണ്ടിട്ടില്ലേ? എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുന്ന പാർട്ട്നേഴ്സിനെ കണ്ടിട്ടില്ലേ? ഫ്രണ്ട്സിനെ കണ്ടിട്ടില്ലേ? അങ്ങനെ ആരോ ആയിക്കോട്ടെ, അവരെല്ലാം സോൾമേറ്റ്സ് ആണ്. സോൾമേറ്റ്സിന് മാരി ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. സോൾമേറ്റ്സിനോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകും. ഓക്കെ, അവർ അടുത്ത് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഒരാൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് സോൾമേറ്റ്സ് ഉണ്ടാകും. ഓക്കെ, ഇനി കാർമിക്സ്. നമുക്ക് ഒരുപാട് സ്ട്രെസ്സും വേദനകളും ഒക്കെ തരുന്ന ആൾക്കാരില്ലേ, അത്തരം സോൾസ് ആണ് കാർമിക്സ്. അവർ അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു നെഗറ്റിവിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. അവരോട് നമ്മുടെ മാനസികാവസ്ഥ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകില്ല, ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാർമിക്സ് എന്നത് ഒരു പക്ഷേ നമ്മുടെ പേരൻസ് ആകാം, പാർട്ട്നേഴ്സ് ആകാം, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇവരൊക്കെ ആകാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ജോബോ ഇതൊക്കെ ആകാം. നമുക്ക് സ്ട്രെസ് തരുന്ന എന്താണോ അത് കാർമിക്സ് ആണ്. കാർമിക് എന്ന പേര് തന്നെ വരാൻ കാരണം നമ്മുടെ മുൻജന്മ കർമാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവർ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഈ 3 ടൈപ്പ് ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് തന്നെ നമ്മളെ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റാൻ തന്നെയാണ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലവും ട്രിഗേഴ്സും ഒക്കെ തന്നെ ട്വിൻ ഫ്ലെയിംസ് നമ്മളെ ലെസൺസ് പഠിപ്പിക്കുമ്പോൾ, സോൾമേറ്റ്സ് നമ്മളെ ഒരുപാട് സ്നേഹിച്ച് ലെസൺസ് പഠിപ്പിക്കുന്നു, കാർമിക്സ് നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ച് ലെസൺസ് പഠിപ്പിക്കുന്നു. താങ്ക് യു.